ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മോൾക്ക് എക്സാംസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. പക്ഷെ നമുക്ക് പഠിപ്പിക്കുകയും വേണം, കുക്കിങ്ങും ചെയ്യണം, കിച്ചൻ്റെ എല്ലാ കാര്യവും നോക്കണം. അപ്പോൾ അങ്ങനെ ഉച്ചത്തേക്കുള്ളത് തൊട്ടാണ് ഞാനിപ്പം ഇതിൽ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഒരു 11:30 ആയപ്പോഴത്തേക്ക് ഇതാ ചോറ് വെച്ചു. ഇതിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ചോറായി കിട്ടും. പിന്നെ ഇന്ന് താങ്ക്സ് ടു രേഖ ചേച്ചി, ബിക്കോസ് രേഖ ചേച്ചിയാണ് എനിക്കിന്ന് മുരിങ്ങയ്ക്ക തന്നത്. അപ്പോൾ അത് ഉരുളക്കിഴങ്ങും ഒക്കെ ഇട്ടിട്ട് നമുക്കൊരു അവിയൽ തട്ടിക്കൂട്ടൽ ചെയ്യാം. തേങ്ങ അരപ്പ് വേണം, അപ്പോൾ തേങ്ങ പൊട്ടിച്ച് റെഡിയാക്കി വെച്ചു. ഇനിയിപ്പം ചോറ് നമ്മൾ അതിലോട്ട് വെച്ച് ചോറ് പെർഫെക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ അരിയൊക്കെ വാർത്ത് ഇത് പെർഫെക്റ്റായിട്ട് ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് തന്നെയാണ് ഞാൻ അങ്ങനെ തന്നെ വെക്കും. അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്തും ചൂടോടെ തന്നെ നമുക്ക് ഇരിക്കും. അപ്പോൾ അതങ്ങ് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു അരപ്പ് ഒക്കെ അരച്ചതിന് ശേഷം നമുക്ക് ചോറിൽ ഒഴിച്ച് കഴിക്കാനായിട്ട് ഒരു ഒഴിച്ചുകൂട്ടാൻ, അത് ഒരു സിമ്പിളായിട്ടുള്ളൊരു ഉപ്പ് പുളി എരിവ് ഒക്കെ ഉള്ള ഒരു സിമ്പിളായിട്ട് അരയ്ക്കാൻ പറ്റുന്ന നല്ല കുറുകിയിരിക്കുന്നതാണ്ടോ, നല്ലൊരു പെർഫെക്റ്റ് ഒരു ക്രീമി ടെക്സ്ചറിലിരിക്കുന്ന ഒരു ഒഴിച്ചുകൂട്ടാൻ. കടുക് താളിച്ച് കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഒഴിച്ചുകൂട്ടാൻ റെഡി. ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും പറയുന്നത്. ഞങ്ങളുടെ സൈഡിലോട്ടൊക്കെ ഈ തേങ്ങ അരച്ച് ഒഴിച്ചുകൂട്ടാനെന്ന് പറയും. ഉപ്പും പുളിയും മാത്രം വെച്ച് ചെയ്യുന്നുണ്ട്, അത് ഉപ്പും പുളിയായിട്ടുള്ള ഒരു ഒഴിച്ചുകൂട്ടാൻ. അപ്പോൾ അങ്ങനെ ചോറ് റെഡി, കറി റെഡി. ഇനി നമുക്ക് ഇതൊന്ന് ശരിയാക്കണം. അപ്പോൾ എല്ലാം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തതിന് ശേഷം അവിയൽ ആ ഒരു സൈസിൽ ഞാൻ കട്ട് ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വെള്ളവും ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം ആദ്യം. അപ്പോൾ അത് കുക്കാവുന്ന ആ ഒരു സമയത്താണ് ഞാൻ അരപ്പ് അരയ്ക്കുന്നത് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് ജസ്റ്റ് നന്നായിട്ടൊന്ന് വേവണം. അപ്പോൾ അത് അരപ്പ് അരച്ചിട്ടുണ്ട്. ഇത് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാക്കുന്ന ഒരു അവിയലിൻ്റെ ഒരു കൂട്ട് തന്നെയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ഒരു കാര്യവുമില്ല. നാടൻ ഭക്ഷണം കേട്ടോ. സോ എല്ലാവർക്കും അറിയുന്ന ഒരു റെസിപ്പി തന്നെയാണ്. പുതിയ ഞാൻ കണ്ടുപിടിച്ച റെസിപ്പിയൊന്നുമല്ല. അപ്പം എല്ലാം അതിന് ശേഷം ഒരു ഇച്ചിരി വെളിച്ചെണ്ണ നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കണം. അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിൽ നമുക്ക് കടുക് താളിച്ചൊക്കെ ഒഴിക്കാം കേട്ടോ. ലാസ്റ്റിലൊന്ന് ഇട്ട് കഴിഞ്ഞാൽ നന്നായിരിക്കും. അപ്പോൾ ചേട്ടൻ ഉണ്ണാൻ വന്നു. അങ്ങനെ ചോറ്, പിന്നെ ഒഴിച്ചുകൂട്ടാൻ, അങ്ങനെ നമ്മളുടെ ഫ്രഷ് മുരിങ്ങയ്ക്ക അവിയൽ, പിന്നെ അച്ചാർ, പപ്പടം, മോര്, പിന്നെ പ്രോൺസിൻ്റെ ഒരു പിക്കിൾ ഉണ്ടായിരുന്നു. അപ്പം പ്രോൺസ് പിക്കിൾ ഞാൻ ഉണ്ടാക്കിയതല്ല, കടയിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചത്തെ ലഞ്ച്. പ്രോൺസ് പിക്കിൾ ഭയങ്കര ഇഷ്ടമാണ്. പ്രോൺസ് അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഒരു പപ്പടം വറുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ തൈര് എല്ലാവർക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കഴിക്കുക എന്നുള്ളത്. പിന്നെ ഈ ചൂട് സമയത്ത് നല്ലതല്ലേ. അങ്ങനെ പിന്നെ ഡിന്നർ സമയമായപ്പോഴത്തേക്കും ഡിന്നറിന് ഇന്ന് എന്തായാലും ഒരു വെറൈറ്റീസ് ഓഫ് ദോശ ഉണ്ടാക്കാനായിട്ട് തോന്നി. എനിക്ക് ഈ ഒരു സമയത്ത് മസാല ദോശ കഴിക്കാനായിട്ട് ഭയങ്കര ഒരു ക്രേവിങ്. അപ്പോൾ നമുക്ക് പറ്റുന്നതും അറിയാമെന്നുള്ള ഒരു ഇത് വന്നിട്ട് നമുക്ക് വെറുതെ വാങ്ങിക്കണ്ട. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ മസാല ദോശ ഉണ്ടാക്കാനായിട്ടുള്ളൊരു പ്രിപ്പറേഷനൊക്കെ ചെയ്തു. അങ്ങനെ ഞാൻ മസാല ദോശയ്ക്കുള്ള മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു, മാവ് റെഡിയാക്കി. അങ്ങനെ നമുക്ക് മസാല ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ചെയ്യുന്ന ഒരു സമയത്താണ് ഞാൻ വിചാരിച്ചത് എന്തുകൊണ്ട് വെറൈറ്റി ദോശ ട്രൈ ചെയ്തുകൂടാ എന്നത്. അപ്പോൾ ഞാൻ ഈ ഗീ പൊടി ദോശ, തട്ട് ദോശ, മസാല ദോശ, ഗീ ദോശ അങ്ങനെയൊക്കെ ഞാൻ വെറുതെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ ഈ മസാല ദോശ നമുക്ക് ഒരെണ്ണേ കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് പിന്നെ സാധാരണ ദോശ, ഇത് തട്ട് ദോശ, അങ്ങനെയൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു വെറൈറ്റിക്ക് വേണ്ടി ട്രൈ ചെയ്ത് നോക്കിയതാണേ. അപ്പോൾ എല്ലാ വെറൈറ്റിയിൽ നിന്നും ഒന്നൊന്ന് എല്ലാവരും കഴിച്ചു, അത്രയേ ഉള്ളൂ. അങ്ങനെ ആ ഒരു ദോശ വെറൈറ്റി ഞാനൊന്ന് ചെയ്ത് നോക്കിയതാണ്. സത്യം പറഞ്ഞാൽ എന്ത് ക്രേവിങ്സ് ഉണ്ടെങ്കിലും എനിക്ക് എൻ്റെ ഒരു ഇതിൽ ഞാൻ തന്നെ അത് സാറ്റിസ്ഫൈ ചെയ്യണം. ഞാൻ തന്നെ ഉണ്ടാക്കണം, ഞാൻ തന്നെ കഴിക്കണം, ഞാൻ തന്നെ സെർവ് ചെയ്യണം. സോ അത് എനിക്കൊരു വലിയ കാര്യമല്ല. ബട്ട് ചില സമയമൊക്കെ തോന്നാറുണ്ട് അങ്ങനെ ആരും ഇല്ലല്ലോ ഉണ്ടാക്കി തരാനായിട്ട്. ബട്ട് എന്നാലും ഇറ്റ്സ് ഓക്കെ. ഞാൻ തന്നെ ആ ക്രേവിങ് ഒന്ന് എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. സോ അങ്ങനെ ഗീ പൊടി ദോശ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി ഇത് കേട്ടിട്ടേ ഉള്ളൂ. പുറത്തുനിന്ന് ഞാൻ ഇതുവരെ ഈ ദോശ, ഗീ പൊടി ദോശയൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ആയിരിക്കും ടേസ്റ്റ് എന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു എഗ് ദോശയും കൂടെ ഉണ്ടാക്കാം എന്നുള്ളത്. ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് എഗ് ദോശ. എനിക്കെന്തോ ഇപ്പോൾ അങ്ങനെ എഗ്ഗ് കഴിക്കാനൊന്നും അങ്ങനെ തോന്നാറില്ല. സോ അതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല. അങ്ങനെ ഒരു ഡിന്നറായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.